ഈസ്റ്റർ അഥവാ ക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് തിരുനാൾ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് കേവലം ഒരു ആഘോഷം മാത്രമല്ല, അവരുടെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. നേരം പോക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിയ. നമ്മൾ മലയാളികൾക്ക് ഈസ്റ്റർ എന്നാൽ എന്താണ്? കാണാം ഈ കൊച്ചു കേരളത്തിന്റെ കണ്ണിലൂടെ. വെളുപ്പാങ്കാലത്തെ പള്ളികളിൽ ആളുകൾ നിറയും. ശുദ്ധതയുടെ പ്രതീകം പോലെ പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു. പള്ളിമണികളും സുഗന്ധം നിറഞ്ഞ കാറ്റും പ്രതീക്ഷയുടെ വരവറിയിക്കുന്ന പോലെ ജ്വലിക്കുന്ന മെഴുകുതിരികളും. ആത്മപരിശോധനയുടെയും ത്യാഗത്തിന്റെയും ദിനങ്ങൾ കഴിഞ്ഞ് ഈ ഈസ്റ്റർ എല്ലാ തരത്തിലും ഒത്തുചേരലിന്റെ ആഘോഷമാണ്. കുടുംബങ്ങൾ ഒത്തുചേരുന്നു, പാരമ്പര്യം വിളിച്ചോതുന്ന രുചികളും അനുഭവങ്ങളും പങ്കിടുന്നു. വീടുകളുടെ അകത്തളങ്ങളിൽ നിറയുന്ന പലഹാരങ്ങളുടെ സുഗന്ധം, ആ അപ്പവും സ്റ്റൂവും പിടിയും കോഴിക്കറിയും പാച്ചോറും അയൽവാസികളുമായി മധുരം പങ്കിടലും എല്ലാം ചേർന്ന് അതൊരു ഉത്സവം തന്നെയാണ്. കേരളത്തിന്റെ ആഘോഷങ്ങളിൽ പലതും ആഘോഷങ്ങൾ മാത്രമല്ല, ജാതി മത ഭേദമില്ലാത്ത പങ്കിടലാണ്. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ഈ തിരുനാൾ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ലോകത്തിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: ഇരുട്ടിനു ശേഷവും വെളിച്ചമുണ്ട്, സങ്കടത്തിനു ശേഷവും സന്തോഷമുണ്ട്. നിങ്ങൾ ഏത് മതവിശ്വാസിയുമായിക്കോട്ടെ, ചിന്തിക്കുക, എപ്പോഴും ഒരു പുതിയ തുടക്കത്തിന് അവസരമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ഈ ഓർമ്മപ്പെടുത്തൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പോഡ്കാസ്റ്റിൽ കണക്ട് ചെയ്യുന്നത് വരെ ദിസ് ഇസ് ആലിയ. ബൈ ഫോർ നൗ.